സിവിൽ സർവീസസ് എക്സാമിന്റെ പേഴ്സണാലിറ്റി ടെസ്റ്റിൽ ഇന്റർവ്യൂ പാനൽ ഒരു ആസ്പിരന്റിനോട് ചോദിച്ച ചോദ്യം ഇങ്ങനെയാണ്: നിങ്ങളുടെ ഒന്നാമത്തെ അറ്റംപ്റ്റിൽ എന്ത് സംഭവിച്ചു? ആസ്പിരന്റിന്റെ മറുപടി വളരെ രസകരമായിരുന്നു. ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഞാൻ സ്വപ്നം കാണുക മാത്രമാണ് ചെയ്തത്, ഒരു IAS കാരിയാകാൻ. അതിനപ്പുറത്തേക്ക് സ്വപ്ന സാക്ഷാത്കാരത്തിനായി ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല. ഇവിടെ നിന്നും മനസ്സിലാക്കേണ്ടത് ഇതാണ്: ഫസ്റ്റ് അറ്റംപ്റ്റിൽ നിങ്ങൾക്ക് സിവിൽ സർവീസസ് എക്സാം എന്ന കടമ്പ കടക്കണം എന്നുള്ളത് അസാധ്യമായൊരു ടാസ്ക് അല്ല, ഒരു ബാലികേറ മലയല്ല. അവിടെ നിങ്ങളുടെ സ്വപ്നത്തിനപ്പുറത്തേക്ക് സ്വപ്ന സാക്ഷാത്കാരത്തിനായി കൃത്യമായി സ്ട്രാറ്റജൈസ് ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. 3 ഘട്ടങ്ങൾക്കും ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച് വേണ്ടുന്ന സാഹചര്യത്തിൽ അതിനെ അങ്ങനെ തന്നെ പരിഗണിക്കുക, കൃത്യമായൊരു സ്ട്രാറ്റജി മുന്നോട്ട് വയ്ക്കുക. ആ സ്ട്രാറ്റജിയിൽ പോരായ്മയുണ്ട് എങ്കിൽ ഒരു മെന്റർ സപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സ്ട്രാറ്റജി റീഫ്രെയിം ചെയ്താൽ സിവിൽ സർവീസസ് എന്ന ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നടന്നു കയറാൻ സാധിക്കും. ചരിത്രം പറയുന്ന കഥകളും അങ്ങനെയാണ്.